രാവിലെയാകുമ്പം തലേന്ന് അരച്ച് വെച്ച മാവ് ഇങ്ങനെ പൊങ്ങി വരുന്നത് കാണുമ്പോൾ ഉള്ളൊരു സന്തോഷം വേറൊന്നിനും കിട്ടത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഞായറാഴ്ച രാവിലത്തെ മിനി വ്ളോഗ്. രാവിലെ ദോശയും സാമ്പാറും ഇവിടുത്തെ മിക്ക ദിവസത്തെയും രാവിലത്തെ ഭക്ഷണമാണ്. എൻ്റെ മോന് ദോശയും സാമ്പാറെന്ന് വെച്ചാൽ അന്നത്തെ ദിവസം ഭയങ്കര കുശാലാണ്. സാധാരണ ഞാൻ സാമ്പാറിന് തലേ ദിവസം എല്ലാം അരിഞ്ഞ് വെക്കാറൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ തലേ ദിവസം എന്തോ എനിക്കങ്ങ് വയ്യാഴിക പോലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ സാമ്പാറിനുള്ള സാധനങ്ങളൊന്നും അരിഞ്ഞ് പെറുക്കി വെച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റ് സാമ്പാറിനുള്ളതൊക്കെ അരിഞ്ഞ് പെറുക്കി വെക്കുകയാണ്. തലേ ദിവസം എല്ലാം അരിഞ്ഞ് വെക്കുകയാണെങ്കിൽ രാവിലെ പെട്ടെന്ന് നമുക്കൊരു സാമ്പാർ ഉണ്ടാക്കാം. പക്ഷേങ്കിൽ ഇതെല്ലാം അരിഞ്ഞ് പറക്കിയൊക്കെ വരുമ്പോഴത്തേക്ക് ഒരുപാട് സമയമെടുക്കും. ഞാൻ ആദ്യമൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് എങ്ങനെയാണെന്നറിയാമോ? ദോശ ഉണ്ടാക്കിയ ശേഷം കറി ഉണ്ടാക്കുമായിരുന്നു. അപ്പം ഇഡലി ആണെങ്കിലും ഇഡലി ഉണ്ടാക്കിയ ശേഷം കറി ഉണ്ടാക്കും. പക്ഷേങ്കിൽ ഇപ്പോൾ ഞാൻ എങ്ങനെയാണെന്നറിയാമോ? ആദ്യം കറി ഉണ്ടാക്കും. കറി ഉണ്ടാക്കിയ ശേഷം മാത്രമേ ഇപ്പം ഇങ്ങനെ ബാക്കി രാവിലത്തെ പലഹാരം ഉണ്ടാക്കാറുള്ളൂ. അല്ലെങ്കിലും നമ്മൾ ഓരോ കാര്യങ്ങളും അനുഭവത്തിൽ കൂടിയല്ലേ പഠിക്കാറുള്ളത്. നമ്മൾ സ്വന്തമായിട്ട് ഒരു അടുക്കള കൈകാര്യം ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കുകയും ചെയ്യും. ആദ്യമൊന്നും ഒന്നും ഉണ്ടാക്കാനൊന്നും അറിയാത്ത ഒരാളിൽ നിന്ന് ഇപ്പോൾ ഏകദേശം മിക്കവാറുമുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കുന്ന ഒരു രീതിയിലോട്ട് ഞാൻ എത്തിയിട്ടുണ്ട്. അത് നമ്മുടെ അനുഭവങ്ങൾ തന്നെയാണ് നമ്മളെ അതൊക്കെ പഠിപ്പിക്കുക എന്ന് മനസ്സിലായി. ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ് പാചകം. ഞാനത് ഏകദേശം പഠിച്ചെടുക്കാൻ കുറേ സമയം എടുത്തു എന്ന് മാത്രം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.